പുറകിലത്തെ ബമ്പറിൽ ഇവിടെ ഒരു കീറലുണ്ടായിരുന്നു. ഇത് ഞാനങ്ങ് സ്റ്റിച്ച് ചെയ്തു കമ്പിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി മഡ് ഗാർഡ് വരുന്നുണ്ട്, മഡ് ഗാർഡ് പിടിപ്പിക്കണം. ഇതുണ്ട്, ഇപ്പം ഇത്രയും ഒരു ഭാഗം കീറിയിരുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറിൻ്റെ കമ്പിയാണ് കേട്ടോ ഉപയോഗിച്ചത്. ബാക്കി സോൾഡറിങ് ഗണ്ണും ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തു. അപ്പുറ സൈഡിൽ വേറെ ഉണ്ട് കീറലുണ്ട് ഇതേപോലെ തന്നെ. അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 2 3 4 എണ്ണം ഇട്ടു കേട്ടോ. 4 വലിയ സ്റ്റിച്ചും കിട്ടും. സോൾഡറിങ് മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. ഈ പരിപാടി ആദ്യമായിട്ടാണ്. നമ്മളങ്ങനെ ഒരു പരിപാടിയും വിട്ടു കൊടുക്കുന്നില്ല, എല്ലാ പരിപാടിയും ചെയ്തു നോക്കും. അപ്പുറ സൈഡിൽ ഇതേ രീതിയിലുള്ളൊരു പൊട്ടലായിരുന്നു, അത് നമ്മളങ്ങ് വെൽഡ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾക്കൊന്ന് വെൽഡ് ചെയ്യാം. ഗണ്ണൊന്ന് ഹീറ്റായി വരട്ടെ. ഇതുണ്ടോ, ഇത് ഒട്ടിച്ചാലൊന്നും നിൽക്കത്തില്ല. പുറകിൽ നിന്നൊക്കെ MC-യിലൊന്നും വെച്ച് ഒട്ടിച്ചാലും നിൽക്കത്തില്ല. നമ്മൾ വെൽഡ് തന്നെ ചെയ്യണം. ഒരുവിധം ബലമുള്ള കോപ്പറിൻ്റെ കമ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വേറെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ തുരുമ്പെടുക്കാത്ത കമ്പികൾ എടുക്കണം. ഇത് ഈ ഒരു ഷേപ്പിലോട്ടാക്കിയിട്ട് അത് പൊട്ടിയാണല്ലോ. ഇതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ടില്ല, കുറച്ച് ലേറ്റാകും. കുറച്ച് അധിക സമയം ഇങ്ങനെ ഹീറ്റ് ചെയ്താലേ അതങ്ങ് കയറത്തുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ മാക്സിമം തുരുമ്പെടുക്കാതെ കമ്പി എടുക്കുക. ഉണ്ടോ, ഈ എൻഡ് കയറി. ആ പ്ലാസ്റ്റിക്കിനകത്തോട്ട് നമ്മൾ ആ മെറ്റൽ നല്ലപോലെ തള്ളി കയറണം. അങ്ങ് ഒരുപാട് ഹീറ്റ് ചെയ്ത് അകത്തോട്ട് കയറ്റി വിടല്. ഇനി ആ പുറകുവശത്തോട്ട് കുറച്ച് നീണ്ടു നിൽപ്പുണ്ടാകും, അത് ആ അകത്തുനിന്ന് ഞാൻ മടക്കി വെക്കട്ടെ. അപ്പോൾ നല്ല രീതിയിൽ അവിടെ ക്ലിപ്പായിട്ട് അവിടെ ഇരുന്നോളൂ. പിന്നെ ഇതിടുമ്പം നമ്മൾ ആദ്യം ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ലെങ്തിലാണ്. പിന്നെ ഇടുന്നത് ഒന്നെങ്കിൽ ചെറുതാക്കണം അല്ലെങ്കിൽ വലുതാക്കണം. പിന്നെ ഒരെണ്ണം ചെറുതാക്കണം, പിന്നെ ഒരെണ്ണം വലുതാക്കണം. എല്ലാം ഒരേ സൈസിൽ നമ്മളുണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ, ഇതിനകത്ത് ഇതിൻ്റെ ലെങ്ത് ഒരേ സൈസ് എടുക്കരുത്, ഡിഫറെൻറ്റ് സൈസായിരിക്കണം. അല്ലെങ്കിൽ പൊട്ടുമ്പോൾ ചിലപ്പം ഇവിടെ തന്നെ വെച്ച് അങ്ങ് പൊട്ടും. ഡിഫറെൻ്റ് ആകുമ്പോൾ അത് നല്ലൊരു പിടുത്തം കിട്ടുമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ബാക്കിയും കൂടി ഇടാം. 4 സ്റ്റിച്ച് ഇട്ടു. ഇവിടെ 4 മതി, നല്ല ബലമായിട്ടുണ്ട്. അകത്തിൽ അങ്ങോട്ട് അധികമായിട്ട് തള്ളി വന്നത് ഞാൻ അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. 4 സൈസിലാണ് കേട്ടോ. എല്ലാം ഒരേ സ്ട്രെയിറ്റ് ലൈനിലിടല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റി ഇടുക. അപ്പം കുറച്ചും കൂടി പിടുത്തം കിട്ടും. അഥവാ പൊട്ടിയാലേ, അല്ലെങ്കിൽ ഒരേ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇവിടെ വെച്ച് ചിലപ്പോൾ പിന്നെ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾക്ക് അപ്പർ സൈഡും ഈ സൈഡും എല്ലാം കൂടി ഉരച്ച് ഇതെല്ലാം കൂടി പൊട്ടിയിടണം. ഇതും കൂടി പൊട്ടിയവർക്ക് ലാസ്റ്റുള്ളൂ. ബാക്കി എല്ലാ പൊട്ടിയവർക്കും തീർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ തീർന്നതാണ്. ഇതൊക്കെ നമ്മൾക്കിനി എല്ലാം ഒന്ന് സെറ്റാക്കി പ്രൈമർ അടിക്കാം. പ്രൈമറൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ബ്രഷിനാണ് അടിച്ചത്. നമ്മൾക്ക് ഒരു പ്രാവശ്യം പേപ്പറിട്ട് പിടിച്ചിട്ടേ പിന്നെ ഒന്നും കൂടി ഒരു കോട്ടും കൂടി അടിക്കാനുള്ള. ഇവിടെ നല്ല നീറ്റായിട്ടുണ്ട്, പുട്ടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്.